ഹായ് ഉണ്ണി. എനിക്ക് ഉണ്ണിയോട് ചോദിക്കാനുള്ളത്, ഉണ്ണിയുടെ ഫസ്റ്റ് ഫിലിം എൻ്റെ എന്താ പറയുക തേർഡ് ഫിലിമാണ് തമിഴിൽ സീഡൻ എന്ന് പറഞ്ഞിട്ട് നന്ദനത്തിൻ്റെ റീമേക്കാണ്. അപ്പോൾ അതിൽ രാജു ചെയ്ത ക്യാരക്ടറാണ് ഉണ്ണി ചെയ്തത്. അതിലൊരു സീക്വൻസ് ഉണ്ടായിരുന്നു, വന്ന് ഹഗ് ചെയ്യണ ഒരു സീക്വൻസ് ഉണ്ട്. ഒരു ചെറിയൊരു ബിറ്റാണ്, സോങ് കട്ടാണ്. അപ്പോൾ അതിനു വേണ്ടി എനിക്ക് തോന്നുന്നു 2-3 ഷോട്ടിൽ മേളിൽ പോയൊരു സംഭവമാണ്. കാരണം ഉണ്ണിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഉണ്ണിയുടെ അച്ഛനുണ്ടായിരുന്നു അന്നത്തെ ദിവസം, ആ ഷോട്ട് എടുക്കുന്ന ദിവസം അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഉണ്ണി എന്ത് ചെയ്താ വന്ന് ഹഗ് ചെയ്യില്ല, ഇത് ഇങ്ങനെ നീണ്ടു പോവാ, സമയം പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് തന്നെ ഒരു നൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഒരു സ്റ്റൂളിൻ്റെ മുകളിൽ രണ്ടുപേരെയും കയറ്റി നിർത്തി അവരെന്തൊക്കെയോ സെറ്റ് ചെയ്തൊക്കെയാണ്, ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് അവർ ആ ഷോട്ട് എടുത്തത്. എന്ത് ചെയ്താ ഉണ്ണി ഹഗ് ചെയ്യില്ല, അതിങ്ങനെ സമയം പോണു, ഷോട്ട് പോണു. അപ്പോൾ ഫൈനലി ഹഗ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ണിക്ക് ഹൈറ്റ് കൂടുതലാണ്, എനിക്ക് അത്രയും ഹൈറ്റില്ലാത്തതാണ്. കറക്റ്റ് ഉണ്ണിയുടെ നെഞ്ചത്തായിരുന്നു എൻ്റെ ചെവി ഇരുന്ന്. അപ്പോൾ ഉണ്ണിയുടെ നെഞ്ചെടുപ്പ് പടപടപടപടേന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഷോട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അവസാനം അത് തീർന്നു. പക്ഷെ ഭയങ്കര നെഞ്ചെടുപ്പായിരുന്നു, ഉണ്ണിക്ക് പേടിച്ചിട്ട് ഭയങ്കര നെഞ്ചെടുപ്പായിരുന്നു എന്ന് പറഞ്ഞു. ഈ ഒരു സംഭവം ഉണ്ണി എൻ്റെ അടുത്ത് കഴിഞ്ഞ തവണ കണ്ടപ്പോൾ പറഞ്ഞു, ഞാൻ വളരെയധികം ടെൻഷൻ തന്നിരുന്നു, ആദ്യമായിട്ട് അഭിനയിക്കാൻ വന്ന ഒരാൾക്ക് എങ്ങനെയാണോ സപ്പോർട്ട് ചെയ്യണതെന്നൊക്കെ ചോദിച്ചിരുന്നു. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോഴും ഉണ്ണി കുറേ അധികം സിനിമകൾ ചെയ്യുന്നുണ്ട്, കുറേ നായകന്മാരെ കൂടെ അഭിനയിക്കുന്നുണ്ട്. ഇതുപോലത്തെ സീൻ വരുമ്പോൾ ഇപ്പോഴും ആ നെഞ്ചെടുപ്പ് ഉണ്ടാവാറുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോ അങ്ങനെ ഇല്ല, ഇപ്പോഴില്ല, ഇപ്പൊക്കെ മാറി. പക്ഷേ ഇപ്പൊ യഥാർത്ഥത്തിൽ ഹഗിന്റെ സീൻ ഇല്ലെങ്കിലാണ് നെഞ്ചിരിപ്പ് വരുന്നത്. എല്ലാ സിനിമകളിലും അങ്ങനെ ഇല്ലാറില്ല. പക്ഷെ ആ ഒരു തുടക്കത്തിന്റെ പ്രശ്നം, പിന്നെ അച്ഛൻ അന്ന് ഉണ്ടായിരുന്നു. അച്ഛൻ ഇങ്ങനെ കണ്ടു നോക്കുകയാണ് ഇവരെന്താ ചെയ്ത് കൂട്ടുന്നത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ആ സിനിമ. അനന്യ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അനന്യയുടെ ഫാമിലി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ 14 ദിവസം കഴിഞ്ഞിട്ടാണ് എൻ്റെ ഫസ്റ്റ് ഷോട്ട് വന്നത്. ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. ജനുവരി 1-ാം തീയതി തൊട്ട് ഷൂട്ടിംഗ് തുടങ്ങി. ജനുവരി 14th 7 വർഷം മുന്നേ ഇവിടുന്ന് ഞാൻ എൻ്റെ ആദ്യത്തെ ഷോട്ട് കൊടുത്തു. അപ്പോൾ ഈ 14 ഡേയ്സ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് മൊത്തത്തിൽ എൻ്റെ ആ ഒരു നെർവസ്നെസ് ഒക്കെ പോയിരുന്നു. പക്ഷെ ഇതൊക്കെ ഈ ഒരു സീനും അച്ഛൻ അപ്പുറത്ത് നിൽക്കുകയും ചെയ്ത് കൂടിയിട്ട് നമുക്കൊരു പടപടയാണ്. ആരും എൻ്റെ കുടുംബത്തിൽ മീൻസ് ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചത് എല്ലാവരും, എന്നെ പരിചയമുള്ള എല്ലാവരും സിനിമയിൽ തന്നെയാണ് കണ്ടേക്കണം. ഞാൻ പോയിട്ട് ഈ അവിടെ എല്ലാ അസോസിയേഷൻസ് ഉണ്ടാവും ഗുജറാത്തിൽ, സിന്ധി, എൻ്റെ ഫ്രണ്ട്സൊക്കെ. അപ്പോൾ അവർ ഈ അവരുടെ കൾച്ചറൽ ഫെസ്റ്റിവൽസ് ഒക്കെ വരുമ്പോൾ ഞാൻ അതിൽ പോയിട്ട് അഭിനയിക്കാറുണ്ട് ചെറുതായിട്ടൊക്കെ. പക്ഷെ ഇതൊന്നും ആരും കാണില്ല ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ തന്നെ. അപ്പോൾ കാസറോൾ കിട്ടും നമുക്ക്, കോൺസലേഷൻ പ്രൈസ്. അപ്പോൾ ഇത് ഞാൻ ചില സമയത്ത് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വയ്ക്കും. അപ്പോൾ അമ്മ നോക്കുമ്പോൾ പുതിയ കാസറോൾ. അപ്പോൾ എന്ത് ചെയ്തു, അതൊരു ഗിഫ്റ്റ് കിട്ടിയെന്ന് മാത്രം പറയാറുള്ളൂ. പക്ഷെ പാരൻസിനും ഇവരെല്ലാവരും ഇത് അച്ഛനും അമ്മയും ഞെട്ടിപ്പോയോ ഇങ്ങനെ ഒരു തമിഴ് പടത്തിൽ വരുന്നു? അത് മാത്രമല്ല മലയാളത്തിൽ പൃഥ്വിരാജ്, നന്ദനം, പൃഥ്വിരാജിൻ്റെ ഒരു വേഷമാണ്. അതൊക്കെ എനിക്ക് അവിടെ പോയതിന് ശേഷമാണ് മനസ്സിലായത്, ഇത് നന്ദനം എന്ന സിനിമയുടെ റീമേക്കാണ്, അതിൽ ഇന്ന വേഷം ഞാൻ ചെയ്യുന്നതും. ഈ പൃഥ്വിരാജ് എപ്പോഴും ഉണ്ണിമൂന്നിൻ്റെ ജീവിതത്തിലുണ്ടെന്നാണ് പറയുന്നത്. എന്താ കാരണം വെച്ചാൽ പലപ്പോഴും ഉണ്ണിക്ക് കിട്ടിയിരിക്കുന്ന പല വേഷങ്ങളും പൃഥ്വിരാജ് ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ ഏറ്റെടുക്കാൻ വിസമ്മതിക്കുകയോ ചെയ്യുന്ന ഒരുപാട് റോളുകൾ ഉണ്ണിയിലേക്ക് വന്നു. അത് എനിക്കൊരു കോംപ്ലിമെൻ്റ് ആണ്. പക്ഷേ പൃഥ്വിക്ക് അതൊരിക്കലും ഒരു കോംപ്ലിമെൻ്റ് അല്ല. ബിക്കോസ് ഞാൻ തുടക്കക്കാരൻ, പുള്ളി ആ സമയത്ത് എനിക്ക് തോന്നുന്നു വാസ് ഓൾമോസ്റ്റ് എ സൂപ്പർ സ്റ്റാർ. അപ്പോൾ ഒരു പുതിയൊരാൾ ജസ്റ്റ് വരുമ്പോൾ എനിക്ക് തോന്നി കുറേ പേർക്ക് മുഖച്ഛായ ഉണ്ടെന്ന് തോന്നി. പിന്നെ ആ ഫിസിക്കിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വി കം ഫ്രം ടോട്ടലി 2 ഡിഫറെൻറ്റ് പ്ലാനറ്റ്സ്. പുള്ളിക്കാരൻ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ മകനാണ്, ഹാർഡ് വർക്കിംഗ് ആണ്, വെരി ഡിഫറെൻറ്റ് ലീഗ് ഓൾ ടുഗെദർ. എൻ്റെ ലൈഫ് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. എനിക്കതൊരു ബേർഡനായി മാറിയൊരു സമയം കൂടി ഉണ്ടായിരുന്നു, ലൈക്ക് ടു മാച്ച് അപ്പ് ടു ഹിം എന്ന രീതിയിൽ. ഇപ്പോൾ എനിക്ക് അത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ